തൃശ്ശൂർ പൂരം എങ്ങനെ എത്തി? ഏപ്രിൽ 26 പൂരം ആഘോഷിക്കാനായിട്ട് തൃശ്ശൂർക്കാർ മാത്രമല്ല കേട്ടോ, പൂരപ്രേമികൾ എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇന്ന് പൂരസന്ധ്യ ഇവിടെ തുടങ്ങുകയാണ്. അതായത് നമ്മുടെ തൃശ്ശൂർക്കാരുടെ വിശേഷങ്ങൾ, പൂരവിശേഷങ്ങൾ, പൂരത്തിന്റെ ഓർമ്മകൾ, അതുപോലെ ഇനി ഇക്കൊല്ലത്തെ പൂരം എങ്ങനെയൊക്കെ ആഘോഷിക്കാൻ പോകുന്നു, അതിന്റെ പ്ലാനിങ് ഒക്കെ അറിയാം TCVയുടെ പൂരവിശേഷങ്ങളിലൂടെ, ഈ ഒരു പൂരസന്ധ്യയിലൂടെ. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുള്ളത് പൂരം എക്സിബിഷനിലാണ് കേട്ടോ. അതായത് പൂരം തുടങ്ങുകയാണെന്നുള്ളൊരു ഫീല് തൃശ്ശൂർക്കാർക്ക് വരുന്നത് ഈ പൂരം എക്സിബിഷൻ ഇവിടെ തുടങ്ങുമ്പോഴാണ്. നല്ല മനോഹരമായിട്ടുള്ള കവാടമൊക്കെ ആയിട്ട് ഓരോ തവണയും നമ്മുടെ പൂര എക്സിബിഷൻ നമ്മുടെ മനം കവരാനായിട്ട് ഇങ്ങനെ വരും അല്ലേ. അപ്പൊ ഇത്തവണ നോക്കുകയാണെങ്കിൽ വടക്കുന്നാഥൻ ഒക്കെയാണ് ഈ പൂരം കവാടത്തിൽ ഒരുക്കിയിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള പൂരം കവാടം കടന്നിങ്ങനെ അകത്തേക്ക് പോകുന്ന ആളുകളെ കണ്ടോ, ഒരുപാട് പേര് ഇങ്ങനെ എക്സിബിഷൻ കാണാനായിട്ട് വരുന്നത്. പൂരം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് ഓർമ്മകളിൽ ഒന്ന് ഈ പൂര എക്സിബിഷൻ തന്നെയായിരിക്കും. പൂരം നമുക്കറിയാം, പൂരം ഒരുപാട് വിഭവങ്ങളുള്ള വലിയൊരു ആഘോഷമാണ്. അതിലൊരു ചെറിയ വിഭവം തന്നെയാണ് പൂരം എക്സിബിഷൻ. അപ്പൊ ഈ പൂരം എക്സിബിഷൻ കാണാൻ വരുന്ന ആളുകൾക്കൊക്കെ ഉണ്ടായിരിക്കും പൂരത്തെ കുറിച്ച് പറയാനായിട്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ പൂര ആഘോഷം, പൂരത്തിന്റെ പൂരസന്ധ്യയുടെ ആദ്യത്തെ എപ്പിസോഡ് നമ്മളിതാ ഇവിടുന്ന് ഇവരുടെ വിശേഷങ്ങൾ കേട്ട് ഇങ്ങനെ തുടങ്ങാം അല്ലെ. നമുക്ക് പോവാം അകത്തേക്ക്. ഇവിടെ മനോഹരമായിട്ടുള്ള പൂരം എക്സിബിഷന്റെ ഒരുക്കങ്ങൾ കാണാം, അതുപോലെ ഇവിടെ കാണാൻ വരുന്ന ആളുകളുടെ വിശേഷങ്ങൾ കേൾക്കാം. ഒരുപാട് പേരുണ്ട് ഇവിടെ. നമുക്ക് ഇവരിൽ നിന്ന് തന്നെ തുടങ്ങാൻ തോന്നുന്നു. ഇവിടെ കുറെ കുട്ടികളൊക്കെ ആയിട്ട് പൂരം എക്സിബിഷൻ എത്തിയിരിക്കുകയാണല്ലേ. എന്താ പേര്? വീട് എവിടെയാ? പാടൂരാണ്. ഇവിടെ പേരെന്താ? നിങ്ങള് കൊറേ കുട്ടികളും നിങ്ങളും ആണോ വന്നിട്ടുള്ളത്? വേറെ ആരെങ്കിലും ഉണ്ടോ കൂട്ടിന്? ഉണ്ടല്ലേ. എക്സിബിഷൻ കാണാനായിട്ട് ഇറങ്ങി തന്നെയല്ലേ, അതോ വേറെ കാര്യങ്ങൾക്കായിട്ട് വന്നതാണോ? എല്ലാ വർഷവും വരാറുണ്ടോ എക്സിബിഷന്? അങ്ങനെയില്ല, ഇടക്കൊക്കെ വരാറുണ്ട്. മക്കളുടെ പേരെന്തൊക്കെയാ? ഹിസ, ഹിസ. രണ്ടുപേരും കൂടെ ഉണ്ടല്ലോ. വരൂ. പേരെന്താ? ഹനാൻ, അമാൻ. അമ്മാൻ. നിങ്ങളെ സംബന്ധിച്ച് എന്താ എക്സിബിഷനിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ എക്സൈറ്റ് ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ഷോപ്പിംഗ് ആണോ? ഷോപ്പിംഗ് തന്നെയാണ്. പ്ലാൻ ചെയ്തിട്ടുണ്ടോ കുറെ കാര്യങ്ങൾ നമുക്ക് ഇത്തവണ എക്സിബിഷനിൽ വാങ്ങാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല, കണ്ടെന്താ ചെടികളൊക്കെ നോക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടല്ലോ അല്ലെ. ആളാ കണ്ടപ്പോ ആ വഴിക്ക് അങ്ങനെ പോവാണ്, ടാറ്റ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു നമുക്ക് കൂടെ ഉള്ള ഒരാളും കൂടെ ഉണ്ട്. പേരെന്താ? പാടൂരിന്ന് നമ്മൾ എക്സിബിഷൻ കാണാൻ എല്ലാ പ്രാവശ്യം വരാറുണ്ടോ? ഇവര് പറഞ്ഞ ഇടയ്ക്കേ വരാറുള്ളൂ. ഇടയ്ക്ക് 2 വർഷം കൂടുമ്പോ അങ്ങനെയൊക്കെ ആയിട്ട്, അല്ലാണ്ട് എല്ലാ വർഷവും സ്ഥിരമായിട്ട് വരാറില്ല. പൂരത്തിന് വരാറുണ്ടോ? ഇല്ല, കുറവാ. വീട്ടിലിരുന്ന് പൂരം കാണുന്ന പതിവാണോ? അതെ, ടിവിയിലിരുന്ന് കാണും. പൂരം ഇങ്ങനെ അടുക്കുന്നതിന്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ടൗണിൽ ഫീൽ ചെയ്യുന്നുണ്ടോ? തിരക്കുണ്ട്, വരുന്നുണ്ട്. കാരണം ഈ പൂരത്തിന്റെ ഭാഗമായിട്ടുള്ള കുറെ ഒരുക്കങ്ങളും കാര്യങ്ങളും കാണുന്നുണ്ട്. പിന്നെ ഈ റീൽസിലും എല്ലാത്തിലും കാണുന്നുണ്ടല്ലോ പൂരത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളും. ഇനി പിന്നെ ഈ തിരക്ക് കൂടി വരും. അതുകൊണ്ട് ആ ഒരു പൂരത്തിന്റെ വരവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ അല്ലേ. അങ്ങനെ എന്തായാലും എക്സിബിഷൻ കാണാൻ പൊക്കോളൂ, ഇനി ടൈം കളയുന്നില്ല. ഹലോ, പേരെന്താ? ജോസ്ന. ജോസ്ന. ഷെറിൻ. അമിത. ജോസ്ന പാട്ട് പാടോ? പാട്ടുകാരി ജോസ്നയുടെ പോലെ? ചെറുതായിട്ടൊക്കെ പാടും. എന്നാ നമുക്കൊരു പാട്ട് പാടിയിട്ട് അങ്ങനെ എക്സിബിഷൻ കാണാൻ പോയാലോ? ആവാലോ. താലിക്കുരുത്തോല പീലിക്കുരുത്തോല തഴുവര തെങ്ങിലെ പൊന്നോല വെട്ടി പൂപ്പന്തു കെട്ടി പണ്ടി മാറിയിലെറിഞ്ഞു ചിരിച്ചു പന്തു കളിക്കാരാ, പന്തു വേണോ, ഒരു പന്തു വേണോ. അടിപൊളി പാട്ടുകാരിയാണല്ലോ, നല്ലൊരു പാട്ട്. അത് നമ്മൾ ചോദിക്കുമ്പോഴേക്കും ഇങ്ങനെ എത്ര രസമായിട്ടാ പാടിയത്. അടിപൊളി. ഒരു ഈ സ്പിരിറ്റിന് ഇരിക്കട്ടെ. കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങള് എക്സിബിഷൻ കാണാനായിട്ട് ഇറങ്ങി തന്നെയാണല്ലോ അല്ലെ. എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷം വരാറുണ്ട്. ഞങ്ങളുടെ വീട് അടുത്ത് തന്നെയാണ്, അയ്യന്തോള്. എന്റെ മകളാണ്, ഇത് കൊച്ചുമോളാണ്. അമ്മ മകൾ കൊച്ചുമോളാണത്. അമ്മയും മക്കളും ആണെന്നാ ഞാൻ വിചാരിച്ചേട്ടോ. കൊച്ചുമോളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ കണ്ടു കഴിഞ്ഞ പ്രായം നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും ഇത് അമ്മൂമ്മയാന്നും തോന്നില്ല, ഇത് അമ്മയാന്നും തോന്നില്ല. മോളെ എത്രയല്ല പഠിക്കണേ? 7-ലാണല്ലേ. ഓക്കെ. എക്സിബിഷന് നിങ്ങൾ 3 കൂടി തന്നെയാണ് എല്ലാ തവണയും വരാറ്? ഇല്ല, ഡാഡിയും കൂടി ഉണ്ടാവാറുണ്ട്. പ്രശ്നം ഡാഡി വന്നില്ല. എന്താണ് എക്സിബിഷന് വരുമ്പോ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം എന്താ? എനിക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂടെ വരാനുള്ള ഇൻട്രസ്റ്റ്. ആ ഒരു വൈബാണ് ഇഷ്ടം. അതാണ് ഇഷ്ടം. ഇവൾക്കും എനിക്കൊക്കെ യന്ത്രൂഞ്ഞാല് കയറ അങ്ങനത്തെ ഷോപ്പിംഗ് ഉണ്ടോ? അതിന് പറയേണ്ട കാര്യമുണ്ടോ? അപ്പൊ എന്തായാലും അടിച്ചു പൊളിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇനി പൂരാണല്ലോ, പൂരത്തിനും നിങ്ങളിങ്ങനെ വൈബടിച്ച് വരുന്നുണ്ടോ? വരും. പകൽ മുതലേ ഞങ്ങള് വരും. അതായത് പൂരം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഇവിടൊക്കെ തന്നെയാണ്. ഇവിടെ പൂരല്ലേ. നമ്മളല്ലാതെ പിന്നെ ഈ ചൂട്
ഭയങ്കര ചൂടാണല്ലോ, അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടോ? ഇല്ല, അതൊന്നും ഒരു പ്രശ്നമില്ല. അല്ലേ പൂരം പൂരല്ലേ, ഒരിക്കലല്ലേ വരുള്ളൂ. തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ചൂട് എന്തായാലും ഒരു വിഷയവുമില്ല. പൂരം നമ്മള് എന്നത്തെയും പോലെ ആഘോഷിക്കും അല്ലേ? അപ്പൊ എന്തായാലും അടിച്ചുപൊളി ഇവിടുന്നേ തുടങ്ങട്ടെ. അടിപൊളി ആവട്ടെ ഇത്തവണത്തെ പൂരവും പൂരാഘോഷവും എല്ലാം. ഓക്കെ, താങ്ക് യു. പാട്ട് പാടിയതിന് സ്പെഷ്യൽ താങ്ക്സ്. അപ്പൊ എന്തായാലും എന്താ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെട്ടാലോ. ഹലോ, പേരെന്താ? സഹിഷ്ണ. ഓ, വെറൈറ്റി പേരാണല്ലോ. വീട് എവിടെയാ? ചിറക്കോട്. പേര്? നവീൻ. മോന്റെ പേരെന്താ? നൈനിക്. ഇവിടെ സുനിത. ദേവി ദർശന. നയന. മോളുടെ പേര്? ദൈവിക. ദേവിക ഏത് ക്ലാസ്സിലാ? ഇനി 4ാം ക്ലാസ്സിലേക്ക്. ഇനി 4ാം ക്ലാസ്സിൽ. വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ച് നടക്കാണല്ലേ? പൂരം വരാറായല്ലോ, അതിന്റെ ഒരുക്കങ്ങളൊക്കെ ആയാ? പൂരത്തിനൊക്കെ വരാറുണ്ട് എല്ലാ പ്രാവശ്യവും? ഇല്ല. പൂരത്തിന് വരില്ല, എക്സിബിഷൻ മാത്രമേ ഉള്ളൂ. എക്സിബിഷൻ വരാറുണ്ട് എല്ലാ വർഷവും? ഒരു പ്രാവശ്യം വന്നുണ്ട്. അത്രേ ഉള്ളൂ. അങ്ങനെ ഭയങ്കരമായിട്ട് എക്സിബിഷൻ പൂരം അങ്ങനെ ഉള്ളതില്ല. ടിവിയിൽ കാണാറുണ്ടോ പൂരം? ടിവിയിൽ കാണാറ്. ഇങ്ങനെ പൂരത്തിന് വരാറുണ്ടോ? ആ, ചില സമയങ്ങളൊക്കെ അങ്ങനെ സമയം ഉണ്ടെങ്കിൽ വരാറുണ്ട്, ഇല്ലെങ്കിൽ വരാറുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എക്സിബിഷനിൽ വരുന്ന സമയത്തെ എന്താ ഇവിടെ വരുന്നതിന് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എന്താണ് ആ ഇൻട്രസ്റ്റ്? ഇതൊക്കെ കാണുക, എല്ലാം കാണുക എന്നുള്ളൊരു ഇൻട്രസ്റ്റിലാണല്ലേ? അപ്പൊ എന്തായാലും എക്സിബിഷൻ ഒക്കെ കണ്ട് അടിച്ചു പൊളിച്ചോളൂ. താങ്ക് യു. നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും പൂര ഓർമ്മകളൊക്കെ പങ്കുവെക്കാൻ. നിങ്ങൾക്കുണ്ടോ കുറെ പൂര ഓർമ്മകളൊക്കെ പങ്കുവെക്കാൻ? ഞങ്ങൾ ആദ്യമായിട്ടാ. ആണോ? പേരെന്താ? പേര് സ്റ്റെൽജ. സ്റ്റെൽജ, വെറൈറ്റി പേരാണല്ലോ. ഇവിടെ പേരെന്താ? സിൽവി. ചേച്ചിയാ. നിങ്ങൾ ചേച്ചി അനിയത്തിയും കൂടെ എക്സിബിഷന് വന്നിരിക്കുകയാണല്ലേ? മ്യൂസിയം കാണാനായിട്ട് ഇറങ്ങിയതാ. എന്നിട്ട് അവിടെ പോയിട്ട് അവിടെ ഭയങ്കര ചൂട്, മൃഗങ്ങളൊന്നും ഇപ്പൊ പുറത്തു വരണില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങടാക്കി. ആഹാ, അവിടെ നേരെ ഇങ്ങോട്ട് കടന്നു. ചാലക്കുടി. ചാലക്കുടിന്ന് വരികയാണല്ലേ? ഓക്കെ. മൂത്ത് ചേച്ചിയുടെ വീട് പുത്തൂരുണ്ടേ, അപ്പൊ അവിടെ പോയി ഫുഡൊക്കെ അവിടെയായിരുന്നു. ഒന്ന് വിശ്രമിച്ച് ഇങ്ങോട്ട് വന്നു. അപ്പൊ അടിച്ചു പൊളിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് സിസ്റ്റേഴ്സ്. കൊച്ചിനെ കൊണ്ട്. കുട്ടികളും ഫാമിലി ഒക്കെ ഉണ്ട് അല്ലേ? ഓക്കെ. ചേട്ടന്റെ പേര്? ബാബു മേനോത്ത്, വെസ്റ്റ് ചാലക്കുടി. അഡ്രസ് അടക്കം പറഞ്ഞു തന്നിട്ടുണ്ട്. മോന്റെ പേരെന്താ? എറിക് ഷൈബ്. ഓക്കെ. അപ്പൊ എല്ലാവരും കുറെ പേരുണ്ട്, എല്ലാവരും കൂടെ എക്സിബിഷൻ ഒക്കെ കണ്ട് അടിച്ചു പൊളിക്കും. ഹലോ, പേരെന്താ? വിജയകുമാർ. മീന. നിങ്ങളെ വീട് എവിടെയാ? ഷൊർണൂർ. നിങ്ങള് ഷൊർണൂരിന്ന് എക്സിബിഷൻ കാണാൻ വന്നതാണോ? അതെ. എല്ലാ വർഷവും വരുമോ? എല്ലാ വർഷവും. ഇക്കൊല്ലം രണ്ടാമത്തെ പ്രാവശ്യം. അതായത് എക്സിബിഷൻ തുടങ്ങിയിട്ട് അധികമായിട്ടില്ല, എന്നിട്ട് 2 പ്രാവശ്യം വന്നോ? 4 ദിവസം മുമ്പ് വന്നു. അതെന്താ പിന്നെ വീണ്ടും വരാൻ? ഞങ്ങക്ക് കൊറേ രാജസ്ഥാൻ ബാംഗിൾസിന്റെ സ്റ്റോളൊന്നും ഉണ്ടായിരുന്നില്ല. ജൂബിലിയുടെ ഒക്കെ ആവണേ ഉള്ളൂ. ജൂബിലിയിലൊക്കെ ഞങ്ങള് ബൈപ്പാസ് ചെയ്യാനോ ആൻജിയോഗ്രാം ചെയ്യാനൊക്കെ പോയിട്ടുള്ളതാണ്. അവരോടുള്ള ബഹുമാനം. അപ്പൊ ആ സ്റ്റോളൊക്കെ ഒന്ന് കാണണമെന്നുണ്ടല്ലേ? ജൂബിലി ഇപ്പോഴും ആയിട്ടില്ല. അപ്പൊ അതായത് ഇനി ഒരു വരവും കൂടെ വരേണ്ടി വരും. അപ്പൊ നമ്മൾ എല്ലാ സ്റ്റോളും ആയിട്ട് ഇനി 1 പ്രാവശ്യം കൂടെ വന്ന് എല്ലാം കാണണം അല്ലേ? പണ്ട് മുതൽ എക്സിബിഷൻ വരുമല്ലോ. ഞങ്ങള് വാല്യുവേഷന് വരുമ്പോൾ ബോയ്സിലും ഗേൾസിലും മോഡൽ ബോയ്സിലും മോഡൽ ഗേൾസ് SLC പേപ്പർ വാല്യുവേഷൻ വരാറുണ്ട്. രണ്ടുപേരും ടീച്ചേഴ്സ് ആണോ? അല്ല, 3 ബാങ്കിലാണ്. അത് കഴിഞ്ഞ ഉടനെ ഞങ്ങള് ഇങ്ങടാ കയറുക. അപ്പൊ നമുക്ക് ആ ഒരു നമ്മുടെ എക്സിബിഷൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വീട്ടിലിരിക്കാൻ പറ്റില്ല, വന്ന് കാണണം അല്ലേ? എല്ലാ വർഷവും വരുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് പിന്നെയും വരണം എന്ന് തോന്നാനുള്ള കാരണം എന്താ? അതായത് എല്ലാ വർഷവും ഉള്ളത് അതാണ്. തൃശ്ശൂർ പൂരത്തിന് വരാറുണ്ടോ? പൂരത്തിന് ഒരു തവണ വന്നിട്ടുണ്ട്. തിരക്ക് സഹിക്കുകയും നമുക്ക് വീട്ടിലിരുന്ന് കാണാം, മുഴുവൻ കാണാൻ പൂരം നമ്മള് വീട്ടിലിരുന്ന് മദ്യവോളം ആസ്വദിക്കും അല്ലേ? തിക്കിലും തിരക്കിലും വരാതെ. ഇത്തവണയും അങ്ങനെ വീട്ടിലിരുന്ന് ആസ്വദിക്കാനാണ് പ്ലാൻ അല്ലേ? അത് അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും സ്ഥിരമായിട്ട് എക്സിബിഷൻ കാണാൻ വരുന്ന, വീട്ടിലിരുന്ന് പൂരം കാണുന്ന, എന്താ പറയാ, നമ്മുടെ തൃശ്ശൂരിനെ അത്രയധികം സ്നേഹിക്കുന്ന 2 പേരാണ് നമ്മുടെ കൂടെ ഉള്ളത്. പാട്ട് പാടൂ. ചെറുതായിട്ടൊക്കെ ഒന്ന് പാടുന്നു തോന്നുന്നു. ഈ സുദിനത്തിന്റെ മേന്മ കൂട്ടാനായി വന്നെത്തി ഞങ്ങൾ ഷൊർണൂരിൽ നിന്ന്. തൃശ്ശൂർ പൂരത്തിൻ മേന്മ കൂട്ടാനായി 2 പ്രാവശ്യം ഞങ്ങൾ ഷൊർണൂരിൽ നിന്നുമെത്തി. ഷൊർണൂരിന്റെ മഹത്വം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനായി വിജയകുമാരനും മീനയും എന്നും ഉണ്ടാകും. വിജയകുമാരനും മീനയും എന്നും ഉണ്ടാകും. അമ്പോ, ടീച്ചർ നിമിഷ കവിയാണല്ലോ. ഇപ്പൊ ഉണ്ടാക്കിയതല്ലേ ഈ പാട്ട്? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ടോ പാട്ടുകള്?
ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും, ഞങ്ങളുടെ ഗെറ്റ് ടുഗദർ വരുമ്പോ ഒക്കെ പാടും. അമ്പമ്പ അത് കൊള്ളാട്ടോ. നമുക്കിന്ന് എനിക്ക് തോന്നുന്നു പാട്ട് പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പാട്ടുകൾ പാടുന്നുണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ പാടാൻ പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു നിമിഷത്തിൽ പെട്ടെന്ന് മൈക്കിൽ അപ്പൊ ലൈവായിട്ട് പാടുന്ന വേറെ ആൾക്കാരെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ടീച്ചർ എന്തായാലും അടിപൊളിയായിട്ടാ ഇങ്ങനെ ഒരാളെ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. ഇപ്പൊ പാടാൻ പറഞ്ഞത് ഇപ്പൊ പാടുന്ന ഒരാള് എന്തായാലും അടിപൊളിയായിട്ട് ഇതുപോലെ ഹാപ്പി ആയിട്ട് ഇനിയും ഒരുപാട് എക്സിബിഷൻ ഒക്കെ കാണാൻ വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ശരി കേട്ടോ, താങ്ക് യു. പൂരം എക്സിബിഷൻ ഇങ്ങനെ കണ്ട് നടന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഒരു ചായ ഒക്കെ കുടിച്ച് അങ്ങനെ എക്സിബിഷൻ കണ്ട് അങ്ങനെ ഇരിക്കുന്ന കുറേ പേര് ഇവിടെ ഉണ്ട്. നമുക്ക് കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാം. ഹലോ, പേരെന്താ? ദീപ. എവിടുന്നാ വരുന്നേ? തൃശ്ശൂരല്ലേ, തലക്കുളം. ആണല്ലേ. മോന്റെ പേരെന്താ? അശ്വിൻ. 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 ഏത് ക്ലാസ്സിലാ? LKG. എങ്ങനെയുണ്ട് ഇത്തവണത്തെ എക്സിബിഷൻ? കുഴപ്പമില്ല, കൊറേ ഓപ്പൺ ആവണുള്ളൂ, കുഴപ്പമില്ല. ചൂടാണോ പ്രശ്നം അല്ലേ? പൂരത്തിനൊക്കെ വരാറുണ്ടോ? വരാറുണ്ട്. പൂരത്തിന്റെ ചൂടപ്പം എങ്ങനെ ഉണ്ടായിരിക്കും? അടിപൊളിയായിരിക്കും. ചൂടാണെങ്കിലും പൂരം കാണാൻ വരും അല്ലേ? അതാണ് നമ്മളിങ്ങനെ ചൂടൊക്കെ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പൂരം മിസ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന കുറെ തൃശ്ശൂർക്കാരുണ്ട്. ചേച്ചിയുടെ പേരെന്താ? ചിത്ര. ചേച്ചിയുടെ വീട് എവിടെയാ? പല്ലച്ചിറ. മോന്റെ പേരെന്താ? പേര് പറയൂ. ആലോച്. അമ്മമ്മ പറയുന്നത് ആലോച്. ആലോച്. വെറൈറ്റി പേരാണല്ലോ. എങ്ങനെയുണ്ട് എക്സിബിഷൻ ഒക്കെ? കൊള്ളാം. എല്ലാവരും ഫാമിലി ആയിട്ടാണോ വന്നിട്ടുള്ളത്? ഇത്തവണ വന്നപ്പോ നമ്മള് സ്പെഷ്യൽ ആയിട്ട് എന്താ ഷോപ്പ് ചെയ്തോ? എന്താണ് ഇത്തവണ കാണാൻ വരിക എന്നുള്ളതാണ് മെയിൻ അല്ലേ? എക്സിബിഷൻ കണ്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അല്ലെ? അതല്ലേ, അതാണ് നമുക്ക് തൃശ്ശൂർക്കാർക്ക് അറിയാം അതിന്റെ ഒരു വികാരം. പൂരത്തിനൊക്കെ വരും? പൂരത്തിന് വരും. എല്ലാ വർഷവും പൂരത്തിന് വരാറുണ്ട്. പൂരത്തിൽ ഇങ്ങനെ കുറെ വിഭവങ്ങൾ ഉണ്ടല്ലോ, അതിൽ ഏറ്റവും ഇഷ്ടം കാണാൻ ഇഷ്ടമുള്ളത് എന്താ? മേളമാണോ? കുടമാറ്റം കാണാനൊക്കെ പറ്റാറുണ്ടോ? വന്നിട്ട് കാണാൻ പറ്റും. ചില കൊല്ലം ദൂരെ നിന്നിട്ടാണെങ്കിലും അതിങ്ങനെ ലൈവായിട്ട് നിന്നാലാണ് സമാധാനമുള്ളൂ. അതാണ്. അപ്പൊ എന്തായാലും ഇപ്രാവശ്യത്തെ കുടമാറ്റം അടിപൊളിയായിട്ട് കാണാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു. മോളുടെ പേരെന്താ? ദിവന്യ. ദിവന്യ ഏത് ക്ലാസ്സിലാ? 5ാം ക്ലാസ്. ഏത് സ്കൂളിലാ? LP സ്കൂൾ കൈലിയാട്. എങ്ങനെയുണ്ട് എക്സിബിഷൻ? കുഴപ്പമില്ല. എന്താ എക്സിബിഷൻ വന്നിട്ട് എന്തെങ്കിലും വാങ്ങിയോ? എന്താ വാങ്ങിയത്? കമ്മല്, വള, മാല അങ്ങനെ പോകണ്ടല്ലേ ലിസ്റ്റ്. ഐസ്ക്രീം കഴിച്ചോ? അതും കഴിച്ചു. മറ്റേ ഇവിടെ എക്സിബിഷന് വന്നു കഴിഞ്ഞാലേ നമുക്ക് ഇങ്ങനെ ഇനിയും വരണം തോന്നാനുള്ള കാരണം എന്താ? ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണാലോ അല്ലെ? മോളുടെ പേര്? നയന. നയന ഏത് ക്ലാസ്സിലാ? 3ാം ക്ലാസ്സിൽ. 3ാം ക്ലാസ്സിൽ. മോളുടെ പേരെന്താ? ദിയ. ഏത് ക്ലാസ്സിലാ? 1ാം ക്ലാസ്. 1ാം ക്ലാസ്സില്. മോളോ? നവന്യ. സ്കൂളിൽ പോണ്ടോ? ഏത് ക്ലാസ്സിലാ? 2ാം ക്ലാസ്. 2ാം ക്ലാസ്സിലായോ? ഇവിടെ ഗൗരി ഏത് ക്ലാസ്സിലാ? 3ാം ക്ലാസ്സിൽ. 3ാം ക്ലാസ്സിൽ. എക്സിബിഷൻ ഒക്കെ കണ്ടോ? ഇഷ്ടായോ? ഇഷ്ടമായി. ഒരു പാട്ട് പാടി തരുമോ ചേച്ചിക്ക്? പാടിക്കോളൂ. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോട് ഇഷ്ടം കൂടാമോ, എന്നെ കൂടാനില്ലല്ലോ, എന്നേലുള്ളിൽ പൂക്കാലം. അമ്പമ്പൂ, അടിപൊളിയായിട്ട് പാടിയല്ലോ. താങ്ക് യു. മോന്റെ പേരെന്താ? അദ്വൈസ് മേനോൻ. അദ്വൈസ് മേനോൻ വലിയ പേരാണല്ലോ. ഏത് ക്ലാസ്സിലാ പഠിക്കണേ? 4th-ലാണ്. ഇവിടെ എക്സിബിഷൻ ഒക്കെ കണ്ടോ? അടിപൊളിയാ. എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പറയാൻ പറ്റില്ല, കുറേ ഉണ്ട്. ഒന്ന് പറയാൻ ബുദ്ധിമുട്ടാ അല്ലേ? ഇനി പൂരത്തിന് വരുമോ? നോക്കാം. എന്നാ പൂരം എന്നറിയോ? മെയിലല്ലേ? മെയിലല്ല, നെക്സ്റ്റ് വീക്കാണ്. April 26-നാ. ഞാൻ അറിഞ്ഞില്ലേ? ഇപ്പൊ അറിഞ്ഞില്ലേ? ഞാൻ അപ്പോഴും ഉണ്ടാവും. കൂടുതൽ വരാൻ നോക്കാം. അപ്പൊ നമുക്ക് കാണാം. പൂരത്തിൽ എന്താ ഏറ്റവും ഇഷ്ടം? എനിക്ക് മറ്റേ ആനകളുടെ പേരൊക്കെ അറിയോ? ഇല്ല. അത് അത്ര ആയിട്ടില്ല. നമുക്ക് ആനകളെ ഇഷ്ടമാണ്, കാണാനൊക്കെ ഇഷ്ടമാണ് അല്ലേ? ഇവിടെ ഇത് ചേട്ടനാണോ? ചേട്ടന്റെ പേര്? ഇതാണ് ചേട്ടൻ. അതാണ് ചേട്ടൻ. ഇത് കസിൻ ചേട്ടന്റെ പേരെന്താ? സിദ്ധാർത്ഥ് വിശ്വം. ഏത് ക്ലാസ്സിലാ? 9ാം ക്ലാസ്സിലാവാൻ പോണു. ഓക്കെ. പൂരത്തിന് വരാറുണ്ടോ? ഞാൻ ചിലപ്പോഴൊക്കെ വരാറുള്ളൂ, പക്ഷെ എന്റെ വീട് എറണാകുളം. ഓക്കെ. അപ്പൊ എറണാകുളത്ത് നിന്ന് വന്നിരിക്കുകയാണല്ലേ? എക്സിബിഷന് വന്നിട്ടുണ്ടോ മുൻപ്? വന്നിട്ടുണ്ട്. ഇഷ്ടമാണ് എക്സിബിഷന് വരാൻ? പൂരത്തിന് നമുക്ക് ഈ പറഞ്ഞതുപോലെ അവൻ പറഞ്ഞു ആനയാ ഇഷ്ടം. മോൻ എന്താ ഇഷ്ടം? എനിക്കും ആന തന്നെയാണ്. ആനയും പിന്നെ തിരക്കൊക്കെ ഇഷ്ടം. ഓക്കെ. ഇവിടെ ചേട്ടന്റെ പേര്? അക്ഷിത്. ഏത് ക്ലാസ്സിലാ? 10th-ലേക്ക്. ഇപ്പൊ ക്ലാസ് ഒക്കെ ഉണ്ടോ? സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ടോ? 23rd-നാ. ആണല്ലേ. അപ്പൊ നമുക്ക് പൂരത്തിൽ എന്താ ഇഷ്ടം? അവർക്ക് രണ്ടുപേർക്കും ആനയാ ഇഷ്ടം എന്ന് പറഞ്ഞു. ഉത്സവം മുഴുവൻ ഇഷ്ടമാണല്ലേ? എക്സിബിഷൻ ആണെങ്കിൽ എന്താ ഇഷ്ടം? ഇസ്രോയുടെ സ്പേസ് സെന്റർ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. റോബോട്ടിക്സ്. അത് എല്ലാ വർഷവും വരാറുണ്ട്? അതൊക്കെ കാണാൻ വരാറുണ്ട്. ഇഷ്ടമാണല്ലേ? ഓക്കെ.
ഇവരുടെ കൂടെ പാരന്റ്സും കൂടെ ഉണ്ട്. പേരെന്താ ചേച്ചി? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി. എറണാകുളത്താണോ തൃശ്ശൂരാണോ? എറണാകുളം. ചേച്ചിയുടെ പേര്? ജ്യോതിലക്ഷ്മി. തൃശ്ശൂർ എവിടെയാ? ആലുവ. എറണാകുളം. നിങ്ങൾ രണ്ടുപേരും എറണാകുളമാണ്? ആലുവ തൃപ്പൂണിത്തുറ. ഓക്കെ. ആഹാ. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാ തവണയും വരുമ്പോ കാണും? എക്സിബിഷൻ ഒക്കെ എല്ലാ തവണയും ഒരുമിച്ച് വരാറുണ്ട്. ഓ, അത് നന്നായിട്ടോ. ഇനി പൂരത്തിനാണെങ്കിൽ പൂരം കഴിഞ്ഞിട്ടാണോ പോവാ? പൂരത്തിന് വരാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും അടിപൊളി. എല്ലാ തവണയും പൂരമൊക്കെ വന്ന് എൻജോയ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ. ചേച്ചിക്ക് എന്താ ഇഷ്ടം പൂരത്തില്? ഇവിടെ ആന ഇഷ്ടമുള്ളവരുണ്ട്, മേള ഇഷ്ടം. മേളമാണ്. വെയിലും കാര്യങ്ങളൊക്കെ ആവുമ്പോ ടെൻഷൻ ഉണ്ടോ? അയ്യോ വെയിലത്തൊക്കെ വന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ല, എന്താണെങ്കിലും വരും അല്ലെ? അപ്പൊ എന്താണെങ്കിലും പറ്റുകയാണെങ്കിൽ വരും തവണ കേട്ടോ. താങ്ക് യു. ചേച്ചിയുടെ പേര്? സുമ. ചേച്ചിയുടെ പേര് സുമ. എവിടുന്ന വരണേ? തൃപ്രയാറ് വരെയാണ്. എക്സിബിഷൻ കാണാനായിട്ട് ഇറങ്ങിയതാണോ അതോ തൃശ്ശൂർ വെറുതെ റൗണ്ട് ചെയ്യാൻ? എക്സിബിഷൻ കാണാൻ ആണ്. ഇങ്ങനെ എക്സിബിഷൻ എല്ലാ തവണയും വന്ന് കണ്ടു പോവാറുണ്ട്. ഇഷ്ടമാണ് എക്സിബിഷൻ ഒക്കെ? പൂരം ഇഷ്ടമാണോ? അതെ. പൂരത്തില് നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? എല്ലാ പൂരത്തിനും വരാറുണ്ടോ? എങ്ങനെയാ? പൂരത്തിന് വരാറുണ്ട്. പൂരത്തിൽ എന്ത് കാണാനാ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, അല്ലാതെ ചുറ്റിക്കാണ്ട് പൂരത്തിന്റെ ആ ഒരു വൈബ് കിട്ടണം അല്ലെ നമുക്ക്? അതാണ്. ഫാമിലി ആയിട്ടാണോ വന്നത്? ഇവിടെ വന്നു കഴിഞ്ഞാലേ നമുക്ക് ഇങ്ങനെ കുറെ ഷോപ്പ് ചെയ്യുന്ന ഇഷ്ടമുണ്ടോ അതോ ജസ്റ്റ് ഇങ്ങനെ എല്ലാതും കണ്ട് പിന്നെ ഇഷ്ടപ്പെട്ടത് മേടിച്ചു? അങ്ങനെയാണ് പതിവ്. ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു. നമുക്ക് ഒരു ഫാമിലിയെ പരിചയപ്പെടാം. ഹലോ, പേരെന്താ? എവിടുന്നാ വരണേ? എക്സിബിഷൻ കാണാൻ പോയിട്ട് ഇങ്ങോട്ട് വരികയാണ്. വീട് എവിടെയാ? വീട് ചൊവ്വൂരിന്ന് വരികയാണ് അല്ലേ? പേര് പറയോ? സ്മിത. സുസ്മിത. സുമ. എങ്ങനെയുണ്ട് നമ്മുടെ പൂരം വൈബൊക്കെ ആയി തുടങ്ങിയോ? ആയി തുടങ്ങി. പൂരത്തിന് വരാറുണ്ടോ? പൂരത്തിന് വരാറുണ്ട്. പൂരത്തിൽ എന്താ ചേച്ചി ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്? കുടമാറ്റം. കുടമാറ്റം കാണാൻ വരാറുണ്ട്? നന്നായിട്ട് കാണാൻ പറ്റാറുണ്ടോ? ടിവിയില് നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് കാണാമല്ലോ. ഇവിടെ ആണെങ്കിൽ തിക്കും തിരക്കില്ല, എന്നാലും ഇവിടെ വന്നിട്ടേ കാണൂ. അതാണ് പൂരം വൈബ് അല്ലേ? എല്ലാരും കൂടെ ഒരുമിച്ചാണോ വരാറ്? ഓക്കെ. അപ്പൊ എന്തായാലും ഇത്തവണയും കുടമാറ്റത്തൊക്കെ കാണാനൊക്കെ ആയിട്ട് വരുമല്ലേ? അപ്പൊ അടിപൊളി പൂരാവട്ടെ. താങ്ക് യു. രണ്ട് കൂട്ടുകാരെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. പേരെന്താ? ജിയ. ജിയ. റിസ. ജിസ. ഒരേ ജിസ. രണ്ടുപേരും ജിയ റിസ. ഓക്കെ. ജിയ റിസ ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ട്വിൻസ് അല്ല, സിസ്റ്റേഴ്സ് ആണ്, കസിൻസ് ആണ്. നിങ്ങളെ തൃശ്ശൂരാണോ വീട് രണ്ടുപേരുടെയും? ചാവക്കാട് എക്സിബിഷൻ കാണാൻ ഇറങ്ങിയതാ? വെക്കേഷൻ ഒക്കെ ആയിട്ടല്ലേ? എങ്ങനെയുണ്ട് എക്സിബിഷൻ? സൂപ്പർ. എന്താ ഏറ്റവും ഇഷ്ടമായത്? ടോയ് സെക്ഷൻ ആണ്. വാങ്ങി എന്തെങ്കിലും? എന്തൊക്കെ വാങ്ങി? പെണ്ണ്, ഡ്രസ്, അങ്ങനെയൊക്കെ വാങ്ങി അല്ലേ? പാട്ട് പാടോ? രണ്ടാളും കൂടെ ഒരു പാട്ട് ഞങ്ങക്ക് പാടിത്തരോ? അറിയില്ലേ? ഇനി പൂരത്തിനൊക്കെ വരുമോ നിങ്ങള്? പൂരം കാണാൻ വരാറുണ്ടോ? പൂരം കാണാൻ വരുമോ? എന്താ പൂരത്തിന് ഇഷ്ടം? ആനയാണോ? മേള ഇഷ്ടാണോ? ചെണ്ട കൊട്ടുന്നതൊക്കെ ഇഷ്ടാണോ? കാണാൻ വരാറുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഇത്തവണയും പൂരത്തിന് വരുമ്പോ കാണാം. ഓക്കെ, ബൈ. ഹലോ, മോളുടെ പേരെന്താ? ആൻലിയ. പേര്? ഗ്രീഷ്മ. അമ്മയുടെ പേരെന്താ? സോജ. നിങ്ങൾ എവിടുന്നാ വരണേ? മുക്കാട്ടുകര. എക്സിബിഷൻ കാണാൻ ഇറങ്ങിയതല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? വരുന്ന വഴിക്ക് തിക്കും തിരക്കും ബഹളമൊക്കെ തുടങ്ങിയോ പൂരത്തിന്റെ? റോട്ടിലൊക്കെ കുറച്ച് ബ്ലോക്ക് ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ടല്ലേ? പൂരം കാണാൻ വരാറുണ്ടോ? ഇല്ല. വീട്ടിലിരുന്ന് കാണാറുണ്ടോ? എക്സിബിഷൻ കാണാൻ എല്ലാ തവണയും വരുമോ? വരാറുണ്ട്. ഓക്കെ, എന്നാ വീട്ടിൽ എക്സിബിഷൻ കണ്ടോളൂ. താങ്ക് യു. എന്താ പേര്? സിൻഡ. ലിറ്റി. റയാൻ ഷാജോ. ഇവാൻ ലിൻസൺ. എക്സിബിഷൻ കണ്ടിട്ട് വരാന്ന് തോന്നുന്നു അല്ലേ? എങ്ങനെയുണ്ട് ഇത്തവണ? സൂപ്പർ ആയിട്ടുണ്ട്. തിരക്കൊക്കെ ഉണ്ടോ അകത്ത്? തിരക്കുണ്ട്, കുറച്ചുകൂടി തിരക്കായി വരുന്നുള്ളൂ. എന്താ ഏറ്റവും ഇഷ്ടമായത്? എനിക്ക് ആനിമേ ക്യാരക്ടർ ഉണ്ട്. ഇവിടെ ആനിമേ ക്യാരക്ടർ ന്യൂജൻ പിള്ളേരാണ് അല്ലേ? പൂരത്തിനൊക്കെ വരാറുണ്ടോ? എക്സിബിഷൻ മാത്രമാണോ അതോ പൂരവും വരും? ഞങ്ങൾ പൂരം കഴിഞ്ഞിട്ടാണ് എക്സിബിഷൻ വരാറ് സാധാരണ. ഇത്തവണ എന്ത് പറ്റി നേരത്തെ വരാന്ന് വെച്ചു? ഞങ്ങൾ ഇവിടെ തൃശ്ശൂർക്ക് വേറൊരു കാര്യത്തിന് വന്നതാ. അപ്പൊ എന്തായാലും കണ്ടുപോകാന്ന് വിചാരിച്ചു. പൂരം വീട്ടിലിരുന്ന് കാണാറുണ്ടോ? ഇല്ല, ഇവിടെ വരാറുണ്ട്. ഇവിടെ പൂരത്തിന് വരുമ്പോ എന്താ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? കുടമാറ്റം. എല്ലാരും കുടമാറ്റത്തിന്റെ ആൾക്കാരാ. ഇവിടെ വെടിക്കെട്ട്. ഇവിടെ എനിക്ക് വെടിക്കെട്ട് കാണാൻ വരാറുണ്ടോ? വീട്ടിൽ നിന്ന് കൊണ്ടുവരാറുണ്ടോ? വെടിക്കെട്ട് കാണാൻ വരാറുണ്ടോ? ഇവിടെ വരും. ആരുടെ കൂടെയാ വരാ? അപ്പന്റെ. നിങ്ങൾ ഒരുമിച്ചാ വരാ? അല്ല, അപ്പന്റെ കൂടെ വരും അല്ലേ? ഇത്തവണയും വരുമോ? വെടിക്കെട്ടൊക്കെ നമുക്ക് സൂപ്പർ ആക്കണം അല്ലേ? അപ്പൊ എന്തായാലും ഹാപ്പി പൂരം. താങ്ക് യു. ഹലോ, പേരെന്താ?
ഷീല. എക്സിബിഷൻ കണ്ടിട്ട് പോണ വഴിയാണല്ലേ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. ഷോപ്പ് ചെയ്താ? ഷോപ്പിംഗ് ചെയ്തതാ. എന്താ നമ്മൾ എക്സിബിഷന് എല്ലാ തവണയും വരുമ്പോ കുറെ സ്റ്റോളൊക്കെ ഒരുപോലെ തന്നെയല്ലേ? വർഷങ്ങളായിട്ട് അങ്ങനെയാണല്ലോ. കുറെ സ്റ്റോളുകൾ വരുന്നേ ഉള്ളൂ അല്ലെ? നമ്മളിങ്ങനെ എല്ലാ പ്രാവശ്യം വരുമ്പോ ഒരുപോലെയുള്ള കുറെ സ്റ്റോളുകളില്ലേ? എന്നാലും നമുക്ക് വീണ്ടും വീണ്ടും വരുന്ന തോന്നാനുള്ള കാരണം എന്താ? ഒരു വികാരമാണല്ലേ? അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിങ്ങനെ ഒരു തവണ ഒരു വർഷം എക്സിബിഷൻ കണ്ടില്ലെങ്കിൽ ഒരു വിഷമാണല്ലേ? അല്ലേ? അതായത് നമ്മുടെ തൃശ്ശൂർക്കാരുടെ ബ്ലഡിൽ അലിഞ്ഞ കാര്യം തോന്നുന്നു. എവിടെയാ വീട്? ഗുരുവായൂരിന്ന് വരികയാണ് അല്ലേ? ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയോ വിഷു ഒക്കെ ആയിട്ട്? പോയിട്ടില്ല. ഞങ്ങളുടെ അവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട്. ചൊവ്വല്ലൂർപ്പടി കേട്ടിട്ടുണ്ടോ? ചൊവ്വല്ലൂർപ്പടിയാണ് വീടല്ലേ? 2 കിലോമീറ്റർ. പൂരത്തിന് വരാറുണ്ടോ? വരില്ല, ടിവിയിൽ കാണാനല്ലത്. അതെ, ടിവിയിലാവുമ്പോ സമാധാനമായിട്ട് ഫാനിനടിയിൽ ഇരുന്ന് കാറ്റ് കൊണ്ട് കാണാം അല്ലേ? ഹാനികരമാണ്. അപ്പൊ എന്തായാലും എക്സിബിഷൻ നമ്മൾ മുടക്കില്ല. എല്ലാ വർഷവും കാണും. അപ്പൊ എന്തായാലും താങ്ക് യു. നമുക്ക് വീണ്ടും കാണാം. ഹലോ, പേരെന്താ? വിജയലക്ഷ്മി. എവിടുന്നാ വരണേ? ഞങ്ങൾ ഗുരുവായൂരിന്നാണ്. ഇവിടെ പേരെന്താ? രഞ്ജിനി. മോളുടെ പേര്? അമേയ. രതി. മോന്റെ പേരെന്താ? പേര് അവിടെ ആലോചിക്കാം, പറയണോ വേണ്ടയോ? മോന്റെ പേരെന്താ? പാർത്ഥിവ്. ഇവിടെ രണ്ടുപേരും കൂടെ ഉണ്ടല്ലോ. എന്റെ പേര് സാരംഗ്. എക്സിബിഷൻ കാണാൻ ഇറങ്ങിയതാണല്ലോ. എന്താണ് നമ്മൾ എക്സിബിഷനിലേക്ക് ഇങ്ങനെ കടക്കാൻ പോകുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഒരു എയിം ഉണ്ടാവില്ലേ, ഇത് കാണണം, അതങ്ങനെ എന്താ? ജെയിൻ വീൽ ആണോ? കറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് ഉണ്ടോ? ഇവിടെ എന്താ ഷോപ്പിംഗ് ആയിരിക്കും അല്ലേ? നമ്മളെല്ലാ കൊല്ലം വരണതാണ്, ഒരു നേരം പോക്ക് എന്ന രീതിയിൽ ഇറങ്ങിയത് മാത്രം. ഈ പറഞ്ഞതുപോലെ വന്നില്ലെങ്കിൽ നമുക്ക് സമാധാനക്കേടാണ്. എല്ലാ കൊല്ലം വരുമല്ലോ അല്ലെ? പൂരത്തിന് വരാറുണ്ടോ? എക്സിബിഷനാണ്. നമ്മൾ ചെറുപ്പം മുതലേ വരുന്നതല്ലേ, അപ്പൊ നമുക്കൊരു ഒരു കുറെ ഓർമ്മകളൊക്കെ എവിടെയാണല്ലേ? തൃശ്ശൂർ എന്ന് പറയുമ്പോ നമ്മുടെ എക്സിബിഷൻ അത് വന്നില്ലെങ്കിൽ ശരിയാവില്ല, അങ്ങനെയാണോ? ഗുരുവായൂർ എല്ലാവരും ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആയപ്പോ ഇങ്ങനെ ഒരു കറക്കുമായി എല്ലാം കാണുകയും ചെയ്യാം. എന്തായാലും ഓക്കെ, താങ്ക് യു. പരിചയപ്പെട്ടതിൽ സന്തോഷം. ഇതാണ് എല്ലാവർക്കും പൂരം എക്സിബിഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർക്കാർക്ക് പ്രത്യേകിച്ചും അത് വന്നില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും ഇവിടെ വരണം, ഒന്ന് കാണണം, അതാണ്, എന്നാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരു ഫാമിലി ഉണ്ടല്ലോ. ചേച്ചിയുടെ പേരെന്താ? പേര് പറഞ്ഞോളൂ. എന്റെ പേരോ? എന്റെ പേര് വസന്ത. പെട്ടെന്ന് അങ്ങോട്ട് ഞെട്ടിപ്പോയി മൈക്കൊക്കെ ചൂട്ടി വന്നപ്പോ അല്ലേ? പേര്? മീന. അവളുടെ പേരെന്താ? ദേവു. ആഷ്മിക്. നിങ്ങളുടെ വീട് എവിടെയാ? ഞാൻ പാലക്കാട് നിന്നാണ്. പാലക്കാട് നിന്നാണ്. ചേട്ടൻ പൂങ്കുന്നാണ്. ഓക്കെ. മോൻ ഏത് ക്ലാസ്സിലാ? 1ാം ക്ലാസ്സിൽ. 1ാം ക്ലാസ്സിലാണ്. മോള് സ്കൂളിൽ പോയിട്ടില്ലല്ലോ? അംഗനവാടി പോകുന്നുണ്ട്. പാലക്കാട് നിന്ന് ഇങ്ങോട്ട് അമ്മയുടെ ഇവിടെ താമസമായിരുന്നു, അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു പോയിരുന്നു. ആഹാ. എക്സിബിഷനും പൂരത്തിനൊക്കെ വരുന്ന പതിവുണ്ടോ? എല്ലാ വർഷവും വരും. ചേച്ചി എല്ലാ വർഷവും വരുമോ? ഞാനിവിടെ 8 വർഷമായി ഇവിടെ നിക്കണോ. തൃശ്ശൂർ തന്നെയാണല്ലോ? തൃശ്ശൂർ എവിടെ? തൃശ്ശൂർ പൂങ്കുന്നത്ത്. ഓക്കെ. മോനൊരു പാട്ട് പാടി തരുമോ? Johnny, Johnny as Papa, eating sugar no Papa, telling lies no Papa, open your mouth ha ha ha. അതാണ്, പെട്ടെന്നൊക്കെ ഒരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സ്ഥിരമായിട്ട് സ്കൂളിൽ പാടുന്ന പാട്ടല്ലേ മനസ്സിൽ വരുള്ളൂ. താങ്ക് യു. പൂരത്തിന് വരുമോ? ഉണ്ടാവോ? പൂരത്തിനും കൂടെ ഉണ്ടാവും അല്ലെ? പഠിച്ചു പൊളിക്കണം നമുക്ക് ഇത്തവണ പൂരം അല്ലെ? എല്ലാ വർഷവും അടിച്ചു പൊളിക്കാറുണ്ട്. ഇത്തവണയും പഠിച്ചു പൊളിക്കും അല്ലെ? പൂരത്തിന് എന്താ കൂടുതൽ ഇഷ്ടമുള്ളത് കാണാൻ? ആനയാണ്. ആന ഒരു വീക്ക്നെസ് ആണല്ലേ? പിന്നെ മക്കൾക്കും അതുപോലെ തന്നെ ആനയെ കാണുമ്പോ ഭയങ്കര ഇഷ്ടാവുമല്ലോ അല്ലെ? അപ്പൊ എന്തായാലും ഇത്തവണയും പൂരം നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാം. താങ്ക് യു. എന്താ പേര്? അവന്തിക. അവന്തിക എവിടുന്ന വരണേ? തിരൂരിന്നാണ്. കൂടുതൽ എന്താ പോണേ? അവന്തികനെ ഒറ്റയ്ക്കാക്കി പോവല്ലേ? പേരെന്താ? ശ്രീലക്ഷ്മി. ശ്രീനന്ദ്. പേര്? സുബിത. അനുരാധ. നിങ്ങൾ എല്ലാരും എങ്ങണ്ടിരുന്നാ? തിരൂരിന്നല്ലേ? സോറി, തിരൂരിന്നാണ് വരണേ. എക്സിബിഷൻ കാണാൻ എല്ലാ വർഷവും വരാറുണ്ടോ? ഉണ്ട്. പൂരം കാണാൻ വരാറുണ്ടോ? പേര് പറഞ്ഞില്ലല്ലോ. പൂരം ഇഷ്ടാണോ? പൂരത്തിന് വരുന്ന ഓർമ്മകളുണ്ടോ? പണ്ട് വന്ന ഓർമ്മകളൊക്കെ ഉണ്ടോ? പണ്ട് തൊട്ടേ വരാറുണ്ട്? ചെറുപ്പം മുതലേ വരും? ആഹാ. പൂരം വിട്ടൊരു കളിയില്ല അല്ലെ? പൂരത്തിൽ ഏറ്റവും ഇഷ്ടം കാണാനൊക്കെ ഇഷ്ടമുള്ളത് എന്താ? മേളം ഒരു വീക്ക്നെസ് ആണ് നമുക്ക്. താളൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കും അല്ലെ മേളം കേട്ടിട്ട്. എന്തായാലും ശരി കേട്ടോ, പൂരത്തിന് കാണാം. പേര് പറയോ?
എന്റെ പേര് അനു. അനു. അനു എന്നല്ല ചേട്ടന്റെ പേര് പറഞ്ഞ എവിടുന്നാ വരണേ? എറണാകുളം. എറണാകുളം. നിങ്ങള് ഇവിടെ തൃശ്ശൂര് ആരുടെങ്കിലും ഫാമിലി വീട്? ചേട്ടന് എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വന്നിട്ട് എല്ലാ പ്രാവശ്യവും കാണാറുണ്ടോ? എക്സിബിഷൻ ഒക്കെ വരാറുണ്ടോ? പൂരത്തിന് വരാറുണ്ടോ? ദൂരത്തിന് വരാറില്ല, ഇവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട്. എക്സിബിഷന് സ്ഥിരമായിട്ട് വരും? എക്സിബിഷൻ വരാറുണ്ട്. 3 കൊല്ലമായിട്ട് വന്നോണ്ടിരിക്കണേ. എങ്ങനെ ഉണ്ട് തൃശ്ശൂരൊക്കെ? തൃശ്ശൂർ അടിപൊളിയല്ലേ? പൂരത്തിനെ കുറിച്ച് മുൻപ് കേട്ടിട്ടുണ്ടാവും. പിന്നെ കേട്ടിട്ടുണ്ട്. കാണാനായിട്ട് തോന്നാറുണ്ടോ? തോന്നാറുണ്ട്, പക്ഷെ നമുക്ക് ഈ തിരക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് നടക്കാറില്ല. എന്തായാലും ഇപ്രാവശ്യം പൂരത്തിന് വരാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ എക്സിബിഷൻ കണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇനി വരും. പൂരത്തിന്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് ഇനി വരും ഇവിടെ. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളിയാവട്ടെ. ഹലോ ഹലോ, പേരെന്താ? ആദിദേവ്. 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 ആദിദേവ് ഏത് ക്ലാസ്സിലാണ്? 2ാം ക്ലാസ്. എക്സിബിഷൻ കണ്ടോ? കണ്ടിട്ടില്ല, കാണാൻ പോവാ? ഓക്കെ, ആരുടെ കൂടെ വന്നത്? അച്ഛനും മമ്മിയും മാമിയും മാമിയും എല്ലാവരും കൂടെ വന്നതാണ് അല്ലേ? അപ്പൊ അടിപൊളിയായിട്ട് എക്സിബിഷൻ കാണാൻ പോവാണ്. അവിടെ പോയിട്ട് എന്താ വാങ്ങാൻ പോണേ? കളിപ്പാട്ടം വാങ്ങാനാണല്ലേ നമ്മുടെ എയിം. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് അടിപൊളിയായിട്ട് വരും കേട്ടോ. മോന്റെ പേരെന്താ? ഹനാൻ. ഏത് ക്ലാസ്സിലാ? 6. മോളുടെ പേര്? മറിയം റയ. മറിയം റയ. ഏത് ക്ലാസ്സിലാ പഠിക്കണേ? അൻസാർ. അൻസാർ സ്കൂള്. ക്ലാസ് ഏതാ? 1ാം ക്ലാസ്സിലാണോ, 2ലാണോ, 3ലാണോ? അടുത്ത 3ലേക്കാണോ? ഓക്കെ, വെരി ഗുഡ്. ഇവിടെ എന്താ പേര്? നഫൈസ്. ഇവിടെ ഒരാളും കൂടെ. ജസായറിൻ. വെറൈറ്റി പേരായോണ്ട് പറയാൻ കിട്ടുന്ന എനിക്ക്. റാഷിദ. റാഷിദ. ബുഷ്റ. നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞങ്ങള് വടക്കേക്കാട്. വടക്കേക്കാട്, ചാവക്കാട് അല്ലേ? ഇത് എക്സിബിഷൻ കാണാനായിട്ട് ഇറങ്ങിയത് അതോ ഔട്ടിങ്ങിന് തൃശ്ശൂർ മൊത്തം കറങ്ങാൻ? എക്സിബിഷന് എല്ലാ തവണയും വരാറുണ്ടോ? വരലുണ്ട്, എല്ലാ തവണ ഇല്ല. വെക്കേഷൻ ആവുമ്പോ കൊറേ പേരൊക്കെ ഉണ്ടാവും അല്ലെ വീട്ടിൽ? എല്ലാരും കൂടെ ഇങ്ങനെ ഇറങ്ങും അല്ലേ? ഇനി പൂരൊക്കെ ആവുമ്പോ എങ്ങനെയാ? പൂരത്തിനൊക്കെ വരില്ല? പൂരത്തിന് വരലില്ല, വീട്ടിലിരുന്ന് കാണലേ ഉള്ളൂ അല്ലേ? പേര് പറഞ്ഞോ? പേരെന്താ? ഹംദാൻ. എല്ലാവരും കൂടെ വലിയൊരു ഗ്യാങ് ആയിട്ട് എക്സിബിഷനകത്തേക്ക് കാണാൻ പോവാണ് അല്ലേ? താങ്ക് യു, പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ. അപ്പൊ പൂരം എന്ന് പറയുന്നത് നമ്മുടെ ഏപ്രിൽ 26 എന്ന് പറഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് തീരുന്നതല്ല. ഏപ്രിൽ 20-നാണ് കൊടിയേറ്റം നടക്കുന്നത്. 24, 25-നാണ് ചമയം. പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും ചമയം നടക്കുന്നുണ്ട്. അതുപോലെ ഏപ്രിൽ 24-ന് സാമ്പിൾ വെടിക്കിട്ടുണ്ട്. 25-നാണ് പൂര വിളംബരം. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പൂര വിളംബരം ഉണ്ട്. അത് കഴിഞ്ഞ് ഏപ്രിൽ 26-ന് അടിപൊളി ഒരു പൂരത്തിന്റെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ചടങ്ങുകൾ ഇപ്പൊ തീരില്ല. കുറെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് 27-ാം തീയതി അങ്ങനെ പൂരം അവസാനിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർക്കാരുടെ മാത്രമല്ല എല്ലാ പൂരപ്രേമികളും ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സമയമാണ്. പൂരങ്ങളുടെ പൂരമായിട്ടുള്ള തൃശ്ശൂർ പൂരം ഇങ്ങനെ എത്തുമ്പോൾ ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് ഓർമ്മകളും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് പങ്കുവെക്കാൻ. അപ്പൊ അത് അന്വേഷിച്ച് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് TCVയുടെ പൂരസന്ധ്യയിലൂടെ. അപ്പൊ ഇനി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും നമുക്ക് വീണ്ടും നാളെ കാണാം. പുതിയ ആളുകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.